ഫസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. കാലെടുത്ത് ഉത്തരത്തിന്റെ മണ്ടലോട്ട് പോയി. എന്താ വയ്യാത്ത വേറെ കാണിച്ചു പോയി. ഇതെന്തോന്ന് ഇത് കണ്ണാടി കൂട്ടിലെ വാടകയ്ക്ക് പോകും. ഇതെന്ത് കോലോടി ഇത്? എന്റെ അച്ഛൻ എന്തിയേ? എന്റെ അച്ഛൻ വരുമ്പം പറഞ്ഞേക്കണം വല്ലവരുടെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കഴിഞ്ഞാൽ കൊടുത്തേക്കണമെന്ന്. അത് അവസാനം കടക്കാർ വന്ന് ചോദിക്കുമ്പോഴേ ഒരുമാതിരി പൂക്കി ചിരിയും ചിരിച്ച് മാസ് ഡയലോഗും പറഞ്ഞിട്ട് ഒറ്റ പോക്കാ. അമ്മാരെ കയ്യിൽ നിന്ന് ഇടി മൊത്തം വാങ്ങിക്കൂട്ടിയ ഞാനാ. എവിടെയാ പോയി? ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. കടം മേടിച്ചാൽ കൊടുക്കത്തില്ല എന്റെ അച്ഛൻ. എവിടെ തിരിച്ചാലും കടം കടം കടം. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഒരു കാര്യത്തിൽ. നിന്റെ അച്ഛൻ കടം മേടിച്ചു? അതല്ല, നിങ്ങൾ രണ്ടുപേരോട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടല്ലേ ഓരോരോ കല്യാണങ്ങളും നടത്തുന്നത്. അതെ. പക്ഷെ അതെല്ലാം 6 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് കേസ് ആയിട്ട് എന്റെ അമ്മയുടെ എത്തത്തില്ലേ? അതെ. എനിക്ക് ഭയങ്കര ആഗ്രഹം നിങ്ങൾ നടത്തുന്ന ഒരു കല്യാണം അടിപൊളിയായിരിക്കണം. ഡിവോഴ്സ് ആവേശമായിരിക്കും. നമ്മൾ എങ്ങനെ അടിപൊളിയായിട്ട് നടത്തിയാലും അത് നല്ലതുപോലെ പോകാൻ നിന്റെ അമ്മ സമ്മതിക്കത്തില്ല. അമ്മ എന്തേത്? അമ്മ എന്ത് ചെയ്തെന്ന്? നമ്മളൊരു കല്യാണം അന്തസ്സായിട്ട് നടത്തി കഴിഞ്ഞാൽ അത് 6 മാസം കഴിയുമ്പോൾ തന്നെ ഡിവോഴ്സ് ആയിട്ട് നിന്റെ അമ്മയുടെ അടുത്ത് ചെല്ലും. കാര്യം എന്താ? എന്താ കാര്യം? നിന്റെ അമ്മയുടെ കൂടോത്രം. അമ്മ കൂടോത്രം ചെയ്യോന്നോ? നിന്റെ അമ്മ ഒടുക്കത്തെ രാവിലെ പാട്ട് പാടിക്കൊണ്ട് ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഞാൻ വരുമ്പോ നിങ്ങൾ കൂടോത്രം ചെയ്യുമെന്ന്. കൂടോത്രം എന്തിന്? എന്തിനാണെന്നറിയോ? ഇവിടെ നടത്തുന്ന കല്യാണം എല്ലാം ഡിവോഴ്സ് ആയിട്ട് അമ്മ എടുത്തിട്ടല്ലേ. അയ്യോ നിന്റെ മോള് എന്നടി. ഓ അരി എത്രയെന്ന് പറഞ്ഞാൽ പയർ മുന്നാഴിന്ന് പറയും. ഒട്ടനെ അങ്ങ് പറഞ്ഞ് കേൾപ്പിച്ചേക്കുന്നു. അല്ലല്ല, ഞാൻ എന്തിനാണ് കൂടോത്രം ചെയ്യുന്നത്? അതാ നീ പറ. നീ കൂടോത്രം ചെയ്യത്തില്ലേ? എന്തിന്? നമ്മള് കല്യാണം കഴിപ്പിച്ച് വിടുന്ന ദമ്പതികൾ ഒരു 6 മാസം കഴിയുമ്പോൾ നിന്റെ അടുത്ത് കേസായിട്ട് പറഞ്ഞ കാര്യം എന്താണ്? നീ കൂടോത്രം ചെയ്യണുണ്ട്. എടാ പോടാ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ. അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ക്ലയൻസ് അവര് വരുന്നതെന്ന് പറയുന്നത് അവർ ഓൾറെഡി അവരുടെ മനസ്സിൽ പിരിയണം എന്ന് പറഞ്ഞുള്ള ഒരു ബോധത്തോടെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ? അവരെ മനസ്സിലാക്കണ വരാൻ കാര്യം എന്താണ്? നിന്റെ കൂടോത്രം ഇല്ലെങ്കിൽ നീ അവര് പറഞ്ഞ് മനസ്സിലാക്കി വിടണ്ടേ? എടാ ഞാൻ മനസ്സിലാക്കി വെച്ചാലും കാര്യമില്ലല്ലോ. അവര് വരുന്നത് എന്ത് പറഞ്ഞിട്ടാ? അവർക്ക് സെപ്പറേറ്റ് ആവണം. അവന് ഞാൻ എന്ത് ചെയ്യാനോ? അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ലെങ്കിൽ തന്നെ എന്താ ഇവിടെ നിന്റെ അമ്മ എന്താണ് ആഗ്രഹിക്കേണ്ടത്? സ്വന്തം ഭർത്താവിന്റെ കൂടെയുള്ള സുഹൃത്തും ഗതി പിടിക്കണമെന്നല്ലേ ഏതായാലും പ്രാർത്ഥിക്കത്തുള്ളൂ. എടാ ഞാൻ കൂടോത്രം മിണ്ടണ്ട. നിന്റെ കൂടോത്രം. അയ്യോ ഞാനൊരു കാര്യം പറയട്ടെ മോളെ. ഞാനിപ്പോ പ്രാർത്ഥിക്കാൻ എന്നാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും നല്ലത് വരണേ, നല്ല ആരോഗ്യം കൊടുക്കണേ, അവർക്കെല്ലാം നല്ലതായിരിക്കണേന്ന് പ്രാർത്ഥിക്കാറുള്ളൂ. അത് ഇവൻ പറയുന്ന പോലെ വേറെ ഒന്നും ദുഷ്ടിച്ച രീതിയിൽ ദുഷ്ടിച്ചൊന്നും ഞാൻ പറയാറൊന്നുമില്ല. അയ്യോ എനിക്കത് കേട്ടപ്പം തന്നെ അങ്ങ് കുളിര് കോരുത്. പോടി. അങ്ങനെയൊന്നും അല്ല. എന്താ? നമ്മൾ നല്ല രീതിയിൽ നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നീ എന്ത് ചെയ്യണം? കൂടോത്രമൊക്കെ മാറ്റി നമ്മളെ നല്ലതുപോലെ ജീവിക്കാൻ സമ്മതിക്കേ. നീ എന്തായി പറയുന്നേ? അങ്ങനെയൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ എല്ലാം നല്ലതിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പൊ അമ്മ കൂടോത്രം ചെയ്യല്ലേ? കൊള്ളാമ്മ. ഞാൻ ഇങ്ങനൊന്നും അല്ലാട്ടോ. എന്റെ ദൈവമേ, ഞാനൊരു വക്കീലായി പോയി. അതും ഒരു ഡിവോഴ്സ് എടുക്കുന്ന ഒരു വക്കീൽ. അതാണോ ഇപ്പൊ ഞാൻ ചെയ്ത തെറ്റ്? അതെ, നീ എന്തിനോടാ വക്കീല്? വെറും വക്കീലല്ലോ, ഡിവോഴ്സിന്റെ വക്കീലല്ലേ. അപ്പൊ നിനക്ക് 10 പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണം ഇതുപോലത്തെ കല്യാണം നിനക്ക് മുടക്കണം. എടാ അതിപ്പോ നിങ്ങളുടെ കല്യാണം തന്നെ മുടങ്ങണമെന്നൊന്നും ഇല്ലല്ലോ. ആരുടെയെങ്കിലും ആയാലും അപ്പൊ അങ്ങനെയുണ്ട്. നമ്മുടേത് മാത്രമല്ല ആരുടേതായാലും മതി ഇതിനൊക്കെ. അത് പിന്നെ എന്റെ ഇങ്ങനൊക്കെ ചെയ്യാമോ അമ്മ? അയ്യോ മോളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നല്ലോ. എന്റെ ജോലി അതായത് കൊണ്ട് എന്റെ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരം കിട്ടി. നമ്മൾ നടത്തുന്ന കല്യാണം എന്തുകൊണ്ടാണ് പൊളിഞ്ഞു പോണേ? എനിക്ക് ഇപ്പോഴാണ് ഈ മനസ്സിലായത് നിന്റെ കൂടോത്രം. എടി കൂടോത്രക്കാരി നീ മിണ്ടരുത്. നീ കൂടോത്രം എനിക്ക് അറിയില്ല. ഞാൻ പറയുന്നില്ലേ നീ കൂടോത്രം. എന്താ ക്ലാര പ്രശ്നം? അച്ഛാ എന്താ പ്രശ്നം എന്നറിയോ? ഈ അമ്മയാണെങ്കിൽ നിങ്ങൾ നടത്തുന്ന കല്യാണം എല്ലാം ഡിവോഴ്സ് ആയിട്ട് അമ്മയെടുത്ത് പ്രാർത്ഥിക്കുവാന്ന്. ഇവിടെ ഞാൻ കൂടെ അങ്ങോട്ട് ചെയ്തു. ചുമ്മാ പറയുന്ന കേട്ടോ. ഇവര് ഉമ്മ ഓരോന്ന് എന്റെ തലയിൽ വെച്ച് തരുവാ. അല്ലടി ഇവിടെ കൂടോത്രോ അവള് ചുമ്മാ ഓരോന്ന് പറയാ. ഞാനൊരു കാര്യം പറയട്ടെ ചെയ്തു. ഇവൻ എന്ന് നിന്റെ കൂടെ കൂടിയോ അന്ന് നിനക്ക് നാശമായത് ഞാനുള്ളത് കൊണ്ട് നിന്റെ ഭർത്താവ് തന്റെ ആപ്പിൾ പോലെ തുടുത്തിങ്ങനെ ഇരിക്കുന്നു. നിന്റെ അച്ഛൻ നടത്തുന്ന കല്യാണത്തിന്റെ ക്ലയൻസുകളെല്ലാം വന്ന് പകരം വീട്ടണ എന്റെ നെഞ്ചത്താണല്ലോ. നിന്റെ അച്ഛൻ അപ്പോഴേ ഓടോല്ലോ ഇടി മൊത്തം. ഇതേ തടിച്ചിരിക്കുന്നതല്ല, നീര് എനിക്ക് ഇനി ഇടി കിട്ടണോടാ. അതുകൊണ്ടാ നീ ഒന്നും പറയുന്നില്ല. പോകുമ്പോ വാടകപ്പത്തിന് എടുത്തോണ്ട് പോ. നീ ഉണ്ടല്ലോ, നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുരുപ്പ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങൊന്നേ. എന്നാ എനിക്ക് കുറച്ച് മണി വേണമായിരുന്നു. ചെയ്തു നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ആ മരം ശ്രദ്ധിച്ചായിരുന്നോ? ഏത് മരം മനസ്സിലായാ?
പിന്നെ ഏന്ന് വെച്ചാ എന്തിനാ? അല്ല ഏത് മരമാണ്? കുറെ മരം ഉണ്ടല്ലോ. അതായത് ഈ കാശൊക്കെ ഇങ്ങനെ പൂത്ത് നിക്കുന്ന മണി ട്രീ. അത് ഞാനൊന്ന് പോയി നോക്കട്ടെ, കുലിക്കാൻ വല്ലതും കിട്ടുമോന്ന് കേട്ടാ. പൈസയൊക്കെ കാണും, കൂടോത്രം ചെയ്ത് നമ്മളെ പറ്റിച്ചുണ്ടാക്കിയ പൈസ കയ്യിലുണ്ടല്ലോ. കുറച്ച് കനത്തിലിടണേ. നോക്കാം. അതിനൊരു തീരുമാനമായി. അമ്മ എന്താടാ അമ്മക്ക് എന്താ വയ്യേ? സൗണ്ട് ഒക്കെ വല്ലാതിരിക്കുന്നു. പൊയ്ക്കോട്ടെ അവിടുന്ന്. മനുഷ്യന്റെ തല നേരെ നിൽക്കുന്നില്ല. എന്തായാലും ഈ അടുക്കളയിൽ ഒരു മോചനം ഇല്ലല്ലോ. അയ്യോ ഞാൻ അറിഞ്ഞില്ല അമ്മക്ക് വയ്യാത്തത്. പറയണ്ടേ? പറയേണ്ട ആവശ്യമുണ്ടെ വന്നാൽ മതി. അമ്മയുടെ അടുത്ത് പന പോലെ വളർന്നല്ല നാഴി അരിയിട്ട് തിളപ്പിച്ചൂടെ നിനക്ക്? അമ്മക്ക് എന്താ എന്നെ കാണുമ്പോ ഇത്ര ദേഷ്യം? എന്നെ വല്ല തവിടും കൊടുത്ത് വാങ്ങിച്ചാണോ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. തവിട് കൊടുത്ത് വാങ്ങിച്ചാണെങ്കിലേ എനിക്ക് ഒരു വിഷമമില്ലായിരുന്നു. ഈ 10 മാസം ചുവന്ന് നടന്ന് പറ്റമല്ലേ? അമ്മ പറ, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയണത്? നീ എന്താന്നും ചെയ്യാത്തെ, അതാ എന്റെ പ്രശ്നം. അമ്മ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതാരും നിങ്ങൾ കാണുന്നില്ല, മനസ്സിലാക്കുന്നുമില്ല. എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ മാത്രം. എടാ, മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നീ ചെയ്ത് കാണിക്ക്. അതല്ലേ ഞാൻ പറഞ്ഞ, ഞാൻ ചെയ്യുന്നുണ്ട്. അത് കാണാത്തത് നിങ്ങൾ എപ്പോഴും എന്നെ സംശയത്തോടെ നോക്കണോണ്ടാ. ഞാൻ എന്ത് ചെയ്താലും സംശയം. പിന്നെ അങ്ങനെ ഇവിടെ ആർക്കും ഒരു സംശയമില്ല. നീ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണിച്ചോ ഉറപ്പ്. എന്നാ ഞാൻ ഇനി ചെയ്ത് തെളിയിച്ച് കാണിച്ചു തരാം, പോരെ? അപ്പൊ അമ്മയ്ക്ക് സന്തോഷമാവും. എനിക്കൊരു വിശ്വാസമല്ലേ, ആദ്യം നീ ചെയ്ത് കാണിക്ക്. പിന്നെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഞാൻ മാത്രമൊന്നുമല്ല. എന്തുവാടാ അച്ഛൻ വന്നോ? ഞാനിപ്പോ അച്ഛന്റെ കാര്യം പറയാനായിട്ട് തുടങ്ങുമായിരുന്നു. നിർത്തിക്കേട്ടോ, അത് വേണ്ട. വേണ്ടേ? നീ എന്നെ കുറിച്ച് അധികം ഒന്നും സംസാരിക്കണമെന്നല്ല കേട്ടോ. അതെന്താ അച്ഛൻ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ പറഞ്ഞ എന്താ കുഴപ്പം? അത് നീ നിന്റെ ഏട്ടനോട് ആവശ്യത്തിന് നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നുണ്ടല്ലോ. അതെ, ഞാൻ ഈ വീട്ടുകാരെ കൊണ്ടല്ലാണ്ട് വേറെ പുറത്തുള്ള നാട്ടുകാരെ കൊണ്ട് ഇതുവരെയൊന്നും പറയിച്ചിട്ടില്ല. പിന്നെ ചേട്ടനൊരു പാഴായി പോയി ഞാൻ എന്ത് ചെയ്യാനോ? അതിനും എന്റെ വിട്ടിട്ട് കളിക്കും. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അടുത്ത ആളെത്തിയാലോ? അല്ല, ചേട്ടനൊരു പാഴായി പോവാത്തത് ചേട്ടത്തി ഇവിടെ വന്നു കയറിയതിന് ശേഷമാണെന്ന് ഞാൻ പറയായിരുന്നു. ഞാൻ ഈ വീട്ടിലല്ലല്ലോ താമസിക്കുന്നത്, അപ്പൊ നിങ്ങൾ ഇവിടെ പറയുന്ന ഒന്നും ഞാൻ കേൾക്കത്തില്ല. ഞാൻ കേട്ടു കേട്ടാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഇത്ര ആള് കൂടി സ്ഥിതിക്ക് ഇപ്പൊ വന്ന കാര്യം നടക്കുമെന്ന് തോന്നല്ല. ഓ, നിന്റെ വന്ന കാര്യം എനിക്ക് മനസ്സിലായി. പൈസ ആയിരിക്കുമല്ലോ എന്റെ മോന് വേണ്ടത്. നിങ്ങൾ എല്ലാവരും കാര്യം മനസ്സിലാക്കണം. ഞാനിവിടെ പൈസക്ക് വേണ്ടി നടക്കുന്ന ഒരുത്തനൊന്നുമല്ല. എപ്പോ നോക്കിയാലും പൈസ. ഞാൻ നിങ്ങളോടൊക്കെ ചെറിയ ചെറിയ നുണകൾ പറയണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്യണ്ടാവും. പക്ഷെ അത് ഞാൻ മാത്രം ചെയ്യുന്നതല്ല, ഈ വീട്ടിലുള്ള പല ആൾക്കാരും എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന. എന്നിട്ട് അവസാനം വരുമ്പോൾ ഞാൻ ബലിയാടാവും. എപ്പോഴും ബലിയാടാവാൻ ഞാൻ തന്നെ. ഞാൻ ഇനി കൂടുതലൊന്നും പറയാനില്ല, ഞാൻ പോകും. ഓസ്കാർ തരട്ടെ. എന്തിന്? കിട്ടിയിട്ട് അഭിനയടാ, സൂപ്പർ. നീ ഈ ഡയലോഗ് ഇങ്ങനെ അഭിനയിക്കുവാണെങ്കിൽ നിനക്ക് സിനിമയിൽ നല്ലൊരു ചാൻസ് കിട്ടും. എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കരുത്. അല്ല, ഇവന്റെ ആ സിനിമ ഇറങ്ങുവാണെങ്കിൽ അതങ്ങനെ നമുക്ക് സ്കിപ്പ് ചെയ്ത് പിന്നെ പോവാലോ. ആദ്യത്തെ ഡയലോഗ് കേൾക്കുമ്പോ തന്നെ ഒരു പ്ലേറ്റ് ഒക്കെ എടുത്തേ. എന്തായാലും എന്റെ കാര്യം നടന്നു. ഒരാളെങ്കിലും എനിക്ക് തോപ്പിക്കാൻ പറ്റി. യെസ് ക്ലാര, യു ആർ ബാക്ക്. യു ആർ സൂപ്പർ ഗുഡ്. മോളെന്താ പറഞ്ഞേ? അല്ല അച്ഛാ, ടീ ഓർ കോഫി? എനിക്കൊരു ടീ മതി. അച്ഛനൊരു ടീ, എനിക്കൊരു കാപ്പി. അമ്മേ, അച്ഛനൊരു ചായ, എനിക്കൊരു കാപ്പി. ഓ, എന്റെ പൊന്നു മോളെ, ഇത് തീർത്ത് വല്ലോടത്തൊന്ന് കിടക്കാനിരിക്കുവാ ഞാൻ. നിനക്ക് എന്താ പണി? നീ ഒരു കാര്യം ചെയ്, അമ്മയ്ക്ക് ഒരു കട്ടൻ കാപ്പിയും കൂടി ഇട്. എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാ. വാ, എന്നെ കൊണ്ടുവയ്യ. വാ മനുഷ്യ. കാപ്പിപ്പൊടി. നിങ്ങളിത് എന്താ പറയുന്നേ? ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ, മനസ്സിലായോ? എനിക്കങ്ങനെ തെളിവൊന്നും ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ. എനിക്കിനി നിങ്ങളോട് സംസാരിക്കാൻ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കോടതി വെച്ച് സംസാരിക്കാം. അതാണ് അതിൻ്റെ ഒരു ബെറ്റർ ഓപ്ഷൻ. ഓ ആയിക്കോട്ടെ. ഞാനേ ഈ സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്തുണ്ടെങ്കിലും കോടതി വെച്ച് കാണാം. ഇതും ഞാൻ തെളിവായിട്ട് വെക്കും. പിന്നെ അല്ല, എന്നോടാ കളി. റെക്കോർഡ് ചെയ്യുന്നു. ആരാന്ന് മനസ്സിലായാ? മറ്റേ അർജുൻ സാറെ കേസില്ലേ, അതിലെ അവരാ വിളിച്ചിരിക്കുന്നേ. എന്നിട്ട് ത്രെട്ടൻ ചെയ്യുന്നെന്നെ. അങ്ങ് ഭീഷണിപ്പെടുത്തിയാൽ ഞാനങ്ങ് പേടിച്ചു പോകുന്ന വിചാരം. നമ്മൾ എന്തിനാ കേസൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അങ്ങനെ തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? എന്താ ജാനകി, ഇനി ഈ കേസ് വല്ലതും അങ്ങനെ നമ്മൾ ചെയ്താണോ? അല്ല ചേച്ചി, ഇത് ഓക്കെ ആണോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്ന? പറ. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം ചേച്ചി സീരിയസ് ആയിട്ട് കേൾക്കണം. എടുത്തു ചാടി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. കാര്യം പറ. ഇത് എങ്ങനെയാ ചേച്ചിയോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ചേച്ചിയോട് പറയാതിരിക്കാനും പറ്റത്തില്ല. എനിക്കിങ്ങനെ ഇൻട്രൊഡക്ഷൻ സസ്പെൻസ് ഒന്നും ഇരുന്ന് ഇഷ്ടമല്ല. ഒന്ന് കാര്യം പറഞ്ഞു തെളിച്ച്. എന്താ സീൻ? എന്താ പറ. ചേച്ചി ഇതൊന്ന് നോക്കിയേ. മെസ്സേജോ? ഉറങ്ങിയോ? എപ്പോഴാ ഉറങ്ങുന്നേന്ന്? അയ്യേ, ആരേ കോഴി? ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജാ.
ആഹാ, എന്നാ ഇയാളെ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് ഒരു കേസും കൊടുക്കണം. എന്തെങ്കിലും ലോ പോയിന്റ്സ് വേണമെങ്കിലേ എന്നോട് ചോദിച്ചാൽ മതി, നമുക്ക് ഇവനെ തൂക്കാം. ഞാനും അത് തന്നെ ചേച്ചി വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഈ നമ്പറിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. ആ ഓക്കെ, എന്നിട്ട് ആരാ പറ. ഇത് ശരിക്കും നമ്മുടെ സേതുവേട്ടന്റെ പേരിലുള്ള നമ്പറാ. ജാനി എന്തേ പറയുന്നേ? ഇങ്ങനത്തെ ഒരു നമ്പർ സേതു യൂസ് ചെയ്യുന്നില്ലല്ലോ. ഞാനും അത് തന്നെ ആദ്യം വിചാരിച്ചത്. അങ്ങനെ ഞാനിത് 2-3 പ്രാവശ്യം വീണ്ടും ചെക്ക് ചെയ്തതാ. ഇത് സേതുവേട്ടന്റെ നമ്പർ തന്നെയാ. പക്ഷെ സേതു ഇങ്ങനെ ഒരു നമ്പർ യൂസ് ചെയ്യുന്നത്, ആഹാ, സേതുവിന് ഇപ്പൊ തന്നെ ചോദിക്കണം. ചേച്ചി, ഞാൻ ഇത് ആദ്യമേ പറഞ്ഞത്, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇത് സേതുവേട്ടൻ തന്നെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് കുറച്ച് സാവകാശം ആലോചിച്ചിട്ടൊക്കെ തീരുമാനം എടുക്കാം. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ചേച്ചി. പക്ഷെ എന്നാലും ഇതിപ്പോ എനിക്കൊരു സമാധാനം ഇല്ലല്ലോ. ഇതാരാന്ന് അറിയുന്നിടം വരെ ഞാൻ ഇങ്ങനെ ഇത് ആലോചിച്ച് നിൽക്കുകയും ചെയ്യും. കണ്ടുപിടിക്കണം ജാനകി. സേതുങ്ങാനാണെങ്കിൽ വരട്ടെ, കാണിച്ചു തരാം ഞാൻ. എന്റെ മെസ്സേജ് എന്താ വന്നല്ലോ? അത് വേറെ സർവീസ് മെസ്സേജാ ചേച്ചി, വേറെ ഒന്നുമില്ല. ഹലോ ജൂനിയർ സീനിയർ, എന്താണ് ചർച്ച? ഞങ്ങളുടെ ഹെൽപ്പ് വല്ലതും വേണോ? ഇനി സഹായം വേണ്ട, ഒരാവശ്യവും ഇല്ല. ജാനകി, കേസിന്റെ കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ജാനകി പോക്കോട്ടോ. ഹലോ, ഈ എന്ത് പരിപാടിയാണ്? ഈ കുട്ടി വന്നിട്ട് എത്ര നാളായി? ഇതേവരെ മര്യാദക്കൊന്നും പരിചയപ്പെടാൻ പോലും പറ്റിയിട്ടില്ല. അയ്യടാ, പരിചയപ്പെടാൻ വേറെ സമയമൊക്കെ ഉണ്ട്. ഇപ്പൊ ജോലി ചെയ്യട്ടെ. ചെല്ലു ജാനകി. മൈൻഡ് ചെയ്തിട്ട് പോണോ? എടാ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലടാ. നിനക്കെന്താ ഈയിടായിട്ട് ഇത്തിരി ജാട? ഒരു ജൂനിയർ വന്നോണ്ടായിരിക്കും. ഈയിടായിട്ട് കുറച്ച് ഗൗരവം നിനക്ക് കൂടുന്നുണ്ട് കേട്ടോ. പോ ചെയ്തു. ആ കൊച്ചു കൊള്ളാടി. ഞങ്ങൾക്കിപ്പോ കോടതിയിൽ അത്യാവശ്യം കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ബന്ധം വെച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോ ആ കൊച്ചിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. എടീ, നമ്മള് കോടതിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോണ്ടല്ലേ നല്ല 916 റിവ്യൂടാ. അവക്ക് മിടുക്കി, അവള് മിടുക്കി ആയിരിക്കും. കാരണം എന്റെ ആണല്ലോ ജൂനിയർ. അല്ല, നിങ്ങൾ എന്തിനാ അവളെ പറ്റി അന്വേഷിച്ചേ? എന്റെ ഭാര്യയുടെ കഴിവിനെ പറ്റി ഞാൻ അന്വേഷിച്ചു. ആ കൂട്ടത്തിൽ ജൂനിയറിനെ പറ്റി അന്വേഷിച്ചു. അങ്ങനെ അറിഞ്ഞു. അത് മാത്രമല്ലടി, ഇപ്പൊ നിനക്ക് നമ്മൾ കേസൊന്നും കൊണ്ട് തരുന്നില്ലല്ലോ. അപ്പൊ നമ്മളെ കോടതിയിലിട്ട് കാണാനില്ല. അപ്പൊ അവിടെ നിന്ന് വിളി വന്നു, ഇത്രയിടം വരെ ഒന്ന് ചെല്ലുക എന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി. അതാ കൂട്ടത്തില് നമ്മളെല്ലാം കൂടെ ഒന്ന് അന്വേഷിച്ചല്ലേടാ. നിങ്ങൾക്കും കല്യാണം ഒന്നും നടക്കുന്നില്ലല്ലോ. ഈ അടുത്ത് ഞങ്ങളൊരു കല്യാണം നടത്തുന്നുണ്ട്. എന്നിട്ട് ആ കേസ് നീ ജാനകിനെ കൊണ്ട് വേണം വാദിപ്പിക്കാൻ. അതെന്തിനാ? അല്ല, ഇത്രയും നാള് നീ ഞങ്ങൾക്കെതിരെ കേസെടുത്ത് മടുത്തല്ലോ. ഇനി ഞങ്ങൾക്കെതിരെ വരുന്ന കേസുകളൊക്കെ ജാനകി വാദിക്കട്ടെ. അല്ല, ആ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ജാനകി ഇതിനെ കുറിച്ച് കേസുകളെ കുറിച്ചൊന്ന് പഠിക്കട്ടെ. പിന്നെ ഇപ്പൊ നീ എങ്ങനെ ശമ്പളം കൊടുക്കുന്നേ? ഇപ്പൊ അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? അതറിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് എക്സ്ട്രാ 5000 സാലറി ജാനകിക്ക് കൊടുക്കാൻ. അധികം കൊടുക്കാൻ. മിടുക്കിയല്ലേ? ഓ, ആണല്ലേ? പിന്നെ എന്നാലേ അളിയന്മാര് എന്റെ ജൂനിയറിന്റെ കാര്യത്തിൽ ഇടപെടണ്ട കേട്ടോ. അവളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞാനുണ്ട്. ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? ഇത് അസൂയ. പോടാ അവിടുന്ന്. അസൂയ നിനക്ക് അസൂയ. അസൂയാണ് അളിയാ. ഓ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. താങ്ക്സ്. താങ്ക് യു. നീയാടാ നേരത്തെ കൂട്ടുകാരൻ. ഇന്ന് നേരത്തെ എത്തിയോ? കൊറേ വർക്കുണ്ടോ? ആമേ, നല്ല പണിയുണ്ട്. ക്ലാരയൊക്കെ ഏൽപ്പിച്ചല്ലേ? ആട്ട് മോക്ക് ചായ വല്ലതും വേണോ? വേണ്ടമ്മേ, ചായ ഒന്നും വേണ്ട. ഇവിടെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, എല്ലാം ഓക്കെയാണ്. അത് കേട്ടാ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെ പറയണം കേട്ടോ. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അമ്മേ, പ്രത്യേകിച്ച്. പക്ഷെ നിന്റെ പറച്ചിലേറ്റിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ടല്ലോ അല്ലേ അമ്മേ? എന്ത് ബുദ്ധിമുട്ടും? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഉറപ്പാ? എന്റെ ഗോവർദ്ധ, എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ സംസാരിച്ചിരിക്കും. അച്ഛൻ ചായ വെച്ചിട്ട് കുറച്ചു നേരമായി. ഞാൻ ചായ എടുത്ത് കൊടുക്കട്ടെ? വേണമെങ്കിൽ പറയണേ. എടി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടി. നീ ഓക്കെ ആണോ? നീ ഒന്ന് പോയേ, എനിക്ക് ഇവിടെ കുറെ ജോലി ചെയ്യാനുണ്ട്. എന്നാ കുഴപ്പമില്ല, വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നീ ഇവിടെ ഒന്ന് കൊഞ്ചിക്കൊഴയുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിന്? നീ ഇവിടെ നിൽക്കുന്ന കണ്ടാ തന്നെ നിന്റെ ആനി ഇല്ലേ, ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാ കണ്ടോലെ പറന്നു വരും. നോക്കിക്കോ. ഇല്ലെന്ന് എപ്പോഴും എന്തിനാ അവളെ കാണിക്കണത്? ഞാൻ ചുമ്മാ നീ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ നിനക്ക് ജോലി ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണോന്ന് അറിയാൻ അങ്ങനെ ചുമ്മാ വന്ന് ചോദിച്ചെന്നുള്ളൂ. എന്റെ ഗോവർദ്ധ, ഇത് മനസ്സിലാക്കാനേ കോമൺ സെൻസ് മതി. അല്ലാതെ പോലീസിന്റെ ഇൻക്വസ്റ്റോ വക്കീലിന്റെ സ്പെക്കുലേഷനോ ഒന്നും ആവശ്യമില്ല. അതൊക്കെ എന്താ? നീ ഒന്ന് പോയേ. ഹെൽപ്പ് ഒന്നും വേണ്ട. എത്തിയോ? അല്ല, ഞങ്ങളിവിടെ ചുമ്മാ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവായിരുന്നു. എന്ത്? ഓ പിന്നെ, ഓമേന്ന് വീണ അമ്മായിയുടെ മോളാണല്ലോ വിശേഷം തിരക്കാൻ. 2 മനുഷ്യന്മാരെ തമ്മിൽ സംസാരിക്കുന്നതിനെ പ്രത്യേകിച്ച് ബന്ധമൊന്നും ആവശ്യമില്ല. ചെയ്യാനുള്ള പണി ചെയ്യാതെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലതല്ല.
എന്റെ പണി നല്ല വൃത്തിക്ക് ചെയ്യാൻ എനിക്കറിയാം. അതിന് ആനി എന്റെ പിറകെ നടന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. പണി ചെയ്യേണ്ട സമയത്ത് പണി ചെയ്യണം. നീ എന്തിനാ എന്നെ എപ്പോഴും കാണുമ്പോൾ എന്നെ മെക്കിട്ട് കയറുന്നേ? ഞാൻ എന്താ ചെയ്തു? ഞാൻ മെക്കിട്ടൊന്നും കയറിയില്ലല്ലോ. ഞാൻ അവിടെ മര്യാദയ്ക്ക് പണിയെടുത്തോണ്ടിരുന്നല്ലേ? നീ അല്ലേ ഇപ്പൊ വന്നിട്ട് ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം അതെ ഉണ്ടാകും. അതെ അതെ, രണ്ടുപേരും നിർത്തിയേ. എപ്പോ കണ്ടാലും അതെ, രണ്ടും വെറുതെ കീരിയും പാമ്പ് പോലെ തല്ലുപിടിച്ചോണ്ടിരിക്കും. നിങ്ങൾക്കൊന്ന് സ്നേഹത്തോടെ സമാധാനത്തോടെ സംസാരിച്ചുകൂടെ വല്ലപ്പോഴെങ്കിലും? എന്നെ എന്തെങ്കിലും പറയാൻ നല്ല തിരിച്ചു കൊടുക്കും. എന്റെ പൊന്നു ജാനു, നീ ഒന്ന് അടങ്ങ്. നീ എന്തിനാ അവള് പറയുന്നത് കേൾക്കുന്നത്? പിന്നെ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കും. ഞാൻ അതിന്റെ ഇരട്ടി പറയും. എന്റെ പൊന്നാനി, നീയും ഒന്ന് അടങ്ങ്. ഇതെന്തോ ഇത്? ഹായ് കളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ കൂടിക്കോട്ടെ പ്ലീസ് പ്ലീസ്. മീനു, ആ നീ നിന്റെ കൂടി കുറവുള്ളൂ ഇവിടെ. നീ ഒന്ന് പോയ ഇവിടുന്ന്. വെറുതെ കിടന്നിട്ട്. എന്റെ ക്ലാര മുട്ട എവിടെ നോക്കി നടക്കണേ? ഇപ്പൊ മുട്ടേനല്ലോ. അതെ, അല്ലേലും ഇപ്പൊ എന്നെ കണ്ണി കാണത്തില്ലല്ലോ. എടി നിന്റെ വക്കീൽ ജൂനിയർ ആൾ കൊള്ളാല്ല, നല്ലോണം പണിയെടുക്കുന്നുട്ടോ. കൊള്ളാം, മിടുക്കി. എന്തടി നിനക്ക്? നിങ്ങളെല്ലാരും ഇവിടെ കൂടിയത് എന്നെ ചെയ്യുവാ? ഒന്നുമില്ല ഏട്ടത്തി, ഞാൻ ചുമ്മാ ജാനകിയായിട്ട് ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നു. അപ്പഴേ ഇവര് വന്നത്. ഞങ്ങൾ ഇതുവഴി ചുമ്മാ പാസ് ചെയ്തു പോയപ്പം ഇവര് ഒരു കാര്യവും ഇല്ല, പണിയൊന്നും എടുക്കാതെ വെറുതെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. ജാനകിയുടെ പണിയെ ജാനകി എടുത്തോളും. നിങ്ങൾ ആരും പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. വാ ഞമ്മ നമ്മക്കകത്തോട്ട് പോവാം. ഓ, അല്ലെങ്കിൽ നമ്മളെന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നത്? അതെ, വാ നമുക്ക് അപ്പുറം പോയി സംസാരിക്കാം. എന്ത് ഇവിടുന്ന് പോയാ പോരെ? ജാനകി മെസ്സേജ് എന്തെങ്കിലും? സേതുവായിട്ടൊരു മെസ്സേജ് വന്നായിരുന്നു. ആ, എനിക്ക് തോന്നിയായിരുന്നു. കാരണം എന്താ അറിയോ, ഞാനിപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടാ വരുന്നത്. എന്താ അയച്ചേ? ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന്. ഇവനെ ചേട്ടാ, ചേട്ടാ എന്താടാ? ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ഈ ഫോൺ ഇങ്ങോട്ട് തന്നെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ പറയുമ്പോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണോ? എടാ ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് എന്ത് തേങ്ങാന്ന് വെച്ചാൽ കേക്കാം. അത്യാവശ്യമാണോ? ആ അത്യാവശ്യമാണ്, ഫിനിഷ് ചെയ്യട്ടെ. എന്നാ ഫിനിഷ് ആയിട്ട് എനിക്ക് പറയാനുള്ള കേക്കോ? കേക്കാടാ. എന്നാ പെട്ടെന്ന് കേക്ക്. നിനക്ക് എന്താ പറയാനുള്ളത്? നിന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. ചേട്ടാ, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്ത്? ചേട്ടനെങ്കിലും ആനിയുടെ വീട്ടിലൊന്ന് പറഞ്ഞിട്ട് എന്റെ അവളുടെ കല്യാണം ഒന്ന് നടത്തി തരണം. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതെങ്ങനെ കഴിയാൻ? 8 കൊല്ലത്തെ പ്രേമമാണ്. ഒന്ന് പ്ലീസ്. എടാ മോനെ, നീ ആ തണ്ണിത്തോണ്ട നെഞ്ചത്ത് പോയി വാള വെച്ച കാര്യം മോൻ മറന്നാ? അത് ഞാൻ ജസ്റ്റ് ഒരു വാളല്ലേ വെച്ചുള്ളൂ, അല്ലാണ്ട് ഞാൻ വാളെടുത്ത് നമ്മുടെ ഡാഡേനെ വെട്ടിയൊന്നുമില്ലല്ലോ. എടാ ഇതിനെക്കാട്ടി നീയേ പുള്ളിയുടെ നെഞ്ചത്ത് വാളെടുത്ത് വെട്ടറ തന്നെ ആയിരുന്നു. ചേട്ടാ, അതെനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് ചേട്ടൻ ഒന്ന് ഡാഡേനെ പറഞ്ഞ് മനസ്സിലാക്കൂ. എടാ മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ 10 കൊല്ലമായിട്ടേ ഈ പറഞ്ഞ തണ്ണിത്തോട് എന്നെ നോക്കിയിട്ടില്ല. പോട്ടെ, സ്വന്തം മോളെ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് ഈ ജോലിയും കൂലില്ലാത്ത നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണ് ചോദിക്കണം പോലും അല്ലേ? ശരിയാണ്, ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ചേട്ടനെങ്ങാനും എനിക്ക് വേണ്ടി പെണ്ണ് ചോദിക്കാൻ അങ്ങാടി ചെല്ലുമ്പോ ഡാഡ ചേട്ടനോട് ചോദിക്കാണ്, എടാ 10 കൊല്ലമായില്ല നീ എന്റെ മോളെ കെട്ടിയിട്ട്, നിനക്ക് വല്ല വേലയും കൂലി ഉണ്ടാകും ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടനും പറയാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അല്ലേ? ബഹുമാനക്കുറവ് അല്ലേ? നീ ജന്മത്തെ നീ ആനിനെ കെട്ടാൻ പോണല്ലോടാ. ബഹുമാനക്കുറവൊന്നും അല്ല. എനിക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാനും ചോദിക്കാനൊക്കെ ചേട്ടനല്ലാതെ ആരോ ഉള്ളത്? അതറിയാലോ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. ഈ വീട്ടിൽ നിനക്ക് എന്തെങ്കിലും കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചെവി കേക്കോ നിന്റെ വായം കൊണ്ട്? ഇല്ലല്ലോ. ഈ ഞാൻ മാത്രമല്ലേടാ ഉള്ളൂ നിനക്ക്. അതുകൊണ്ടല്ലേ ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നത്. ചേട്ടൻ വിചാരിച്ചില്ല ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ചേട്ടാ, 10 കൊല്ലം മുമ്പ് ചേട്ടനെ കേട്ടുമ്പോ എന്ത് അവസ്ഥയിലാണോ നിന്നിരുന്നത് ആ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കണത്. എന്റെ ഫീലിങ്സ് ചേട്ടനല്ലാണ്ട് വേറെ ആർക്കാ മനസ്സിലാക്കാൻ പറ്റുക? ചേട്ടനൊന്ന് എങ്ങനെയാലും ഡാഡേനൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് കല്യാണം ഒന്ന് നടത്തിത്താ പ്ലീസ്. നമുക്ക് നോക്കടാ. ഉറപ്പല്ലേ? അയ്യോ, എടുത്തില്ല അറിഞ്ഞ? എടാ നീ വല്ല ഒപ്പിച്ച? ഞാനൊന്നും ഒപ്പിച്ചില്ല. ആ വീടെ കനം കേട്ടിട്ട് പറഞ്ഞതാ. ആ കനന്റെ നെഞ്ചത്താണ്. എന്താ എന്താ ഒപ്പിച്ചേക്കുന്നേ? എന്താ ഇതെന്ന്?
ഇത് ഫോണ്. ഓ എന്റെ ടെമ്പർ പൊട്ടിയിരിക്കാണ്. ഇതെന്താ ഇത്? ഇതെന്താ? ഇത് ഫോൺ. ഇതിനകത്ത് മെസ്സേജ് കാണുന്നില്ലേ? ആ വാട്സാപ്പ്. ഓ വാട്സാപ്പിൽ വന്ന മെസ്സേജ് അയച്ചേക്കുന്ന ആരാ നോക്ക? ആരാണ്? ഇതെന്റെ നമ്പറാണല്ലോ. ആ അതെന്നെയാ ചോദിക്കുന്നത്, എന്തായി കാണുന്നതെന്ന്. എനിക്കറിയാൻ പാടില്ല. ഓ അറിയാൻ പാടില്ല. ആ നമ്പർ സേതുവിന്റെ ആണേ. അതെ. അപ്പൊ അതിൽ മെസ്സേജ് അയച്ചേക്കുന്ന സേതു ആണേ. അല്ല. നോണം പറയല്ലേ സേതു, ഒറ്റ ഇടി വെച്ചേരും ഞാൻ. എന്തിനാ ഇടിക്കണത്? പിന്നെ അല്ലാണ്ട്. അയ്യോ അതെന്നെ പഴയ നമ്പറാണ്, അത് പിന്നെ യൂസ് ചെയ്യണല്ല. അയ്യാ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിലെ കൂടെ ചിരിക്കുകയും ഒരു മെസ്സേജ് അയപ്പിക്കുകയും ടൈപ്പിങ് ഫുൾ ടൈം ഇതിന്റെ അകത്തായിരുന്നല്ലോ. അയ്യോ അതാണ്. അത് നമ്മുടെ പഴയ 10ാം ക്ലാസ്സിൽ ഗ്രൂപ്പ് ഒരു ടൂർ പ്ലാൻ ചെയ്ത് അത് പൊളിഞ്ഞു പോയില്ലേ. ഇതിപ്പോ രണ്ടാമതൊരു പ്ലാൻ ചെയ്യാണ്. ആ കാര്യമാണ് നിങ്ങൾ ടൈപ്പ് ചെയ്തോണ്ട് മെസ്സേജ് കേട്ടോ. ഓ നാണക്കേട്. എന്റെ ജൂനിയറിന് മെസ്സേജ് വെച്ചിട്ട് നിക്കുന്നു. ചേച്ചി വീണ്ടും മെസ്സേജ് വന്നു, സേതുവേട്ടൻ നമ്പർ. എന്തായി? നിങ്ങളല്ലേ അയച്ചത്? എന്റെ കയ്യിൽ ഇപ്പൊ ഞാൻ മെസ്സേജ് അയച്ചാ എന്ത് നാക്കുഴിയാ പറയാൻ പറ്റില്ലേ? മെസ്സേജ് ശരിയാണല്ലോ, ടൈപ്പ് ചെയ്ത് ഞാൻ ടൈപ്പ് ചെയ്തല്ല. പിന്നെ മെസ്സേജ് എങ്ങനെ പോയി? മെസ്സേജ് എന്താ വന്നേ? ഞാൻ ആരാന്ന് ചോദിച്ചായിരുന്നു നേരത്തെ. അപ്പൊ തിങ്ക് ചെയ്യാൻ പറഞ്ഞു. തിങ്ക് പരിചയമുള്ള വാക്ക്. ഈ തിങ്ക് എത്ര തിങ്ക് അവിടെ ഉണ്ട്? അവിടെ 3 പ്രാവശ്യം. 3 തിങ്ക്. മനസ്സിലായില്ലേ? ചുമ്മാ ഞാൻ ഒന്ന് തിങ്ക് ചെയ്തു. എടാ എന്റെ പഴയ സിം എടുത്ത് നീ ആ ജാനേക്ക് മെസ്സേജ് കൊണ്ട് ഇരിക്കണായിരുന്നല്ലോ. അത് സംഭവേ അല്ല, എന്റെ മൊബൈലിൽ നിന്ന് ഞാൻ മെസ്സേജ് അയച്ചാൽ അവൾ എടുക്കത്തില്ല. ഞാൻ നോക്കിയപ്പോ സിം അവിടെ ഇരിക്കുന്നു കണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് പതുക്ക അങ്ങനെ അതിന്ന് വിളിക്കാന്ന് വിരിച്ച് ഞാനൊന്നും എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. അല്ലേലും എനിക്ക് അറിയായിരുന്നു. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ചേച്ചി, നമ്മുടെ സേതോട്ട് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അല്ല ഞാനായിരുന്നു. ചേച്ചി വെറുതെ പെട്ടെന്ന് എടുത്ത അടി പ്രശ്നം ഉണ്ടാക്കി. മോശമുണ്ട് ഏട്ടത്തി. ഏട്ടനൊക്കെ ഇങ്ങനെ സംശയിക്കാന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ പ്രേമിച്ച് കിട്ടിയല്ലേ, അതിന്റെ ഒരു മാനസ് കാണിച്ചൂടെ? മോശമായി പോയി ചേച്ചി, വളരെ മോശം. അതെ, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ട് അങ്ങനെ മനസ്സിലായില്ല. എന്തായിരുന്നു സംഭവം? ഓ ഇന്ന് എന്റെ ദിവസം അല്ലായിരുന്നു. എനിക്കും അതെ, മൊത്തത്തിലൊരു തേഞ്ഞ ദിവസമായിരുന്നു. എന്താ ചെയ്യാ? നീ എന്താണ് ഇവിടെ നിൽക്കുന്നേ? നിനക്ക് ഇവിടെ വേറെ പരിപാടി ഒന്നുമില്ലേ? നമ്മൾ ഇത്രയേരം നമ്മളൊരിതുമില്ല. പോയ അവിടുന്ന്. ഇത്രയേരം നല്ല വൈബിലായിരുന്നില്ലേ? പെട്ടെന്ന് ചൂടാവും. ഒരു വൈബില്ല. നീ പോ നീ നിന്റെ കാര്യം നോക്ക്. പോച്ചേക്കാ ഞാൻ പോയാ പോരെ? ഇവനാണ് എന്റെ ധൈര്യം. ഇവനും കൂടി ഇല്ലാന്ന് ഇവിടെ എനിക്ക് ഒരു വില ആരും തരുന്നില്ല.